ഈ യാത്ര എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ വയനാട്ടിലേക്ക്. അപ്പം എന്നൂർ കാണാൻ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തലേന്ന് പ്ലാൻ ചെയ്തു, രാവിലെ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഒരു 10 മണിയോട് കൂടിയാണ് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു. 43ാമത്തെ ടിക്കറ്റാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 9ാമത്തെ നമ്പറാണ് ജീപ്പിൽ കയറി പോയിട്ടുള്ളത്. അങ്ങോട്ടേക്ക് ജീപ്പാണ് കേട്ടോ. അപ്പം അതിൽ വേണം കയറി പോകാനുള്ളത്. അപ്പം ഒരു 1.5 മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. എന്തായാലും കുട്ടികൾ വല്ലാതെ കരയാനോ അതിനൊന്നും നിന്നിട്ടില്ല. അവർക്ക് വേണ്ട ചില കളികളൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ട് അത് മരത്തിൽ കയറി കളിക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. മോനായിരുന്നു ഞാൻ പേടിച്ചിരുന്നത്. അവനെ ആകെ പിന്നെ അവിടെ നിൽക്കുമോ ഇല്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ലാതെ അവിടെ നിന്നു. പിന്നെ മോള് ചെറുതായിട്ട് കുറുമ്പും വാശിയും പിണക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ജീപ്പിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞങ്ങൾ നമ്പർ വിളിച്ചു. ഞങ്ങളതാ പിന്നെ ജീപ്പിൽ കയറി പോയിട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് മതി കേട്ടോ എന്നൂരിലേക്ക്. അപ്പം അതിൽ കയറി അവിടെ എത്തിയിട്ടോ. അങ്ങനെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ കന്ന് ചുറ്റോടൊന്ന് കണ്ടുപിടിച്ചത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അത് കഴിഞ്ഞ് ഊഞ്ഞാല കണ്ടപ്പോൾ പിന്നെ അവരതിലായി ഇരുന്നു. അപ്പം അതിൽ പിന്നെ ഇരുന്ന് ഊഞ്ഞാലാട്ടായി. പിന്നെ ഇതൊരു ബാലൻസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. അപ്പം മോന് സപ്പോർട്ടായിട്ട് ഞാൻ നിന്ന് കൊടുത്തിട്ടോ. പിന്നെ അതിൽ മോന് കയറാനേ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞ് കൂട്ടത്തിലുള്ള ചെറിയ കുട്ടിയാണ് കേട്ടോ കയറി പോണത്. പിന്നെ ഈ വഴി കണ്ടെത്താനുള്ളത് അതും അവിടെ സ്റ്റക്കായപ്പോൾ ഞാൻ പിന്നെ അവൻ്റെ കൂടെ പോയി ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. എന്താ പറയുക, പഴയൊരു വീടും ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ നല്ല കാറ്റും ഒരു തണുപ്പും ആ ചൂടൊന്നും വല്ലാതെ നമുക്ക് അത് നമ്മളെ ബാധിച്ചിട്ടില്ല കേട്ടോ. അപ്പം നല്ലൊരു കാറ്റുകൊണ്ട് അവിടെ വിശ്രമിക്കുക എത്ര നേരം വേണമെങ്കിലും കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് എല്ലാ ചെറിയ ചെറിയ വീടുകളായിട്ട് അതിനുള്ളിലൊക്കെ ഓരോ ഒന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പം പിന്നെ അവരുടെ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിറങ്ങി ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടോ. ഇവർക്ക് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് മിഠായികളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ കനിമോൾക്ക് നടക്കാൻ മടിയപ്പോൾ അവളെ പപ്പ കൊണ്ടുപോരാ. അപ്പം അത്രേ ഉള്ളൂ. ബായ്.